ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് മിക്സർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മിക്സർ നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ച് നല്ലതുണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ് കടലമാവും 1.5 ഗ്ലാസ് അരിപ്പൊടിയും. അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മിക്സറിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും. എത്ര നാൾ എത്തിയ എണ്ണയാണ് അവർ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഞാൻ 1 സ്പൂണ് ഉപ്പാണ്, പിന്നെ 1 സ്പൂണ് കായപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 സ്പൂണ് കായപ്പൊടി ഇട്ടു. പിന്നെ 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മിക്സർ. നമ്മൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അതിലുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഈ എടുത്ത നമ്മുടെ കടലമാവും അരിപ്പൊടി എടുത്ത ഗ്ലാസിൻ്റെ അളവ് തന്നെയാണ് വെള്ളത്തിന് എടുക്കുന്നത്. അപ്പോൾ അത് 1.5 ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്ന അളവ്. 1.5 ഗ്ലാസ് വെള്ളം എനിക്ക് ആവശ്യം വന്നത്. ഇതാണ് ആ ഗ്ലാസ്. അതിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നതിനും ഒരു സ്വല്പം കൂടി ലൂസായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്ത് ഇനി 1.5 ഗ്ലാസും കൂടി ഒഴിച്ചാൽ നമുക്ക് പാകം. അര ഗ്ലാസ് കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ പാകാക്കി നമ്മളത് മാറ്റി വയ്ക്കണം. വെള്ളം പാകഴിഞ്ഞ് നമ്മൾ അയക്കി വരുമ്പോൾ ഇത്ര തന്നെ വെള്ളം വേണ്ട. അതിനുള്ളിലൊക്കെ നനവുണ്ട്. ഞാൻ നന്നായി കുഴച്ച് അത് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ വറുത്തെടുക്കുന്നത് വേപ്പിലയാണ്. വേപ്പില വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ഒരു സേവനാഴി എടുത്തിട്ട് നമ്മളാക്കിയത് എൻ്റെ മാവ് ഇതേപോലെ പാകത്തിനാണ് ഞാൻ ആക്കിയത്. സേവനാഴിയിൽ മാവ് നിറയ്ക്കുക. അപ്പം അതിൻ്റെ അച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചാണ്. അത് നമ്മളാക്കി കൊടുക്കുക. പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് വീണു. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഉണ്ടാക്കാന്ന് ഇതൊന്നും ആക്കി തരാമെന്ന് പറഞ്ഞു. തിരിക്കുമ്പോൾ അവൾക്ക് ഹൈറ്റുള്ള എണ്ണം ചെയ്യാൻ സുഖമുണ്ട്. അപ്പോൾ അത് ആദ്യം വറുത്തെടുക്കുക. നല്ല എളുപ്പമാണ് അതിങ്ങനെ കോരിയെടുക്കുക. പെട്ടെന്ന് ശരിയാവും. പെട്ടെന്ന് വറുത്ത് കിട്ടുന്നത് ഒന്ന്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ആയി വന്നതൊക്കെ ഒന്ന് ചെറുതാക്കാൻ പറഞ്ഞപ്പോൾ ആളത് ചെറുതാക്കാണ്. ഇതും അതുപോലെ കഷ്ണങ്ങളാക്കി ഒന്ന് അമർത്തി കൊടുത്താൽ മതി അത് പൊടിയാൻ. പിന്നെ നമ്മൾ അതിൽ ബോള് പോലെ കാണില്ലേ, നമ്മൾ അതുണ്ടാക്കുകയാണ്. അത് നമ്മളിങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ബോള് പോലെ ആയി വന്നോളൂ. അതിങ്ങനെ വറുത്ത് കോരി മാറ്റാം നമുക്ക്. എന്തൊക്കെ ബോള് പോലെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിക്സറിൽ കണ്ടിട്ടുണ്ടല്ലോ അത്. അതാണ് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വേണ്ടി മാറ്റിയ മാവുണ്ടല്ലോ, ആ മാവിൽ നിന്ന് സ്വല്പം കൂടി എടുത്തിട്ട് ഒന്നും കൂടി അഴക്കിയത് വെള്ളം ചേർത്ത് നമ്മൾ ദോശമാവല്ല ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ തന്നെ ആക്കിയാൽ അതിൻ്റെ ഉള്ളി കൂടെ കൊണ്ട് പോന്നോളൂ. ഇത്തിരി വലിപ്പമുള്ള കണ്ണിയുള്ള അരിപ്പെടുത്താൽ മതി.
എല്ലാം കോരി എടുത്തു. ഇപ്പം ഞാനിതിൽ പൊട്ടുകടല് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടി വെളുത്തിരിക്കുന്നത് ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞ പുലി കഴിക്കാൻ വേണ്ടി വെച്ചത് കൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ പൊട്ടുകടലയാണ് രണ്ടാമത്. അതിൻ്റെ തൊലിയും കൂടി ഉണ്ടെങ്കിൽ കാണാനൊരു ഭംഗി കിട്ടിയത്. അപ്പോൾ ഞങ്ങളത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് തൊലി കളഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടി ചേർക്കാന്നുള്ളൊരു പണിയുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ ഹസ്ബൻഡ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വേപ്പലയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേപ്പല ഇട്ട് കൊടുക്കാം. അതേപോലെ കഷ്ണമായി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേപ്പല ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ അടുത്തൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്. പണ്ടത്തെ പോലെയല്ല, ഒരാൾ സഹായത്തിന് വേണം എന്നുള്ള പോലെ. അപ്പം ആ ബോള് പോലത്തെ ഇതൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പൊട്ടുകടലയും കപ്പലണ്ടിയൊക്കെ മാറി മാറി നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ. വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന എണ്ണയൊന്നും നമുക്കറിയില്ല. പഴയതാണോ വേറെ എന്തൊക്കെയോ ഉപയോഗിച്ചതാണോ അങ്ങനെയൊന്നും അറിയില്ല. ഇതൊക്കെ നമ്മൾ ആട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഇതൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക ആണ്. അല്ലാതെ ഇട്ടിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വേപ്പല നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളതിലേക്ക് സ്വല്പം കായപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചായക്ക് ഞാൻ എൻ്റെ മിക്സർ ഇരിക്കുന്നതുണ്ട്. അതായത് എരിവോട് കൂടിയത്. അപ്പോൾ താങ്ക് യു.